Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ഉയർന്ന ജാതിക്കാർക്കായി വഴിമാറിക്കൊടുക്കേണ്ടുന്ന കാലഘട്ടത്തിൽ നിന്ന് നമ്മുടെ നാട് ഇന്നത്തെ പുതിയ കാലത്തേക്ക് മാറ്റപ്പെട്ടത് നാം നടത്തിയ സാംസ്കാരിക കലാപ്രവർത്തനങ്ങളിലൂടെയാണെന്ന് ചലച്ചിത്ര നടൻ ഉണ്ണിരാജ് ചെറുവത്തൂർ. തൃക്കരിപ്പൂർ കടപ്പുറം വേലുമരക്കാർ സ്മാരക ഗ്രന്ഥാലയം വാർഷികാഘോഷ ഭാഗമായുള്ള സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. കടലോര ഗ്രാമമായ വലിയ പറമ്പിലെ തൃക്കരിപ്പൂർ കടപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഗ്രന്ഥാലയത്തിന്റെ 38ാം വാർഷികാഘോഷവും വേലുമരക്കാരന്റെ 50ാം ചരമവാർഷികാചരണവും 2 ദിവസം നീണ്ടുനിന്ന വിവിധ പരിപാടികളോടെയാണ് നടന്നത്. സാംസ്കാരിക സദസ്സ് ചലച്ചിത്ര നടൻ ഉണ്ണിരാജ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു. പോലും സംസാരിക്കാൻ ഇടം കിട്ടി എന്നുള്ളത് വലിയൊരു ഭാഗ്യമല്ലേ. അദ്ദേഹം ചെയ്ത ഒരു മഹത് കർമ്മമല്ലേ, ഒരു നാടിനെ ചേർത്ത് പിടിക്കാൻ തൃക്കരിപ്പൂർ കടപ്പുറന്നാണ് ഞാൻ പറയുന്നതാണ്. കടപ്പുറത്തെ പ്രിയപ്പെട്ടവരെ എല്ലാ കാര്യത്തിലും കൂടെ നിന്ന് വിദ്യാഭ്യാസത്തിനും സാംസ്കാരിക പുരോഗതിക്കും വേണ്ടി പ്രവർത്തിച്ച നാട്, എല്ലാവരും ജാതിക്കും മതത്തിനും അതീതമായി പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ്. ഒരു ജാതിയോ മതമോ എല്ലാവരും ഇവിടെ ഒരുപോലെ തന്നെയാണ്. ഒരു സ്നേഹമാണ്, സ്നേഹത്തിൻ്റെ നന്മയുടെ കുറേ കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത്. എല്ലാവരും അങ്ങോട്ടും സ്നേഹമാണ്. ഒരു ജാതിയില്ല, ഒരു മതവുമില്ല, ഒരേ പ്രത്യേക പൊളിറ്റിക്സോ ഇല്ലാതെ തന്നെയാണ് ഒരു യാത്ര ചെയ്തത്. ഇത്രയും വർഷമായി സംഘടക സമിതി ചെയർമാൻ ഡോക്ടർ ടി വിനയൻ അധ്യക്ഷത വഹിച്ചു. നടനും സംവിധായകനുമായ MT അന്നൂർ മുഖ്യാതിഥിയായിരുന്നു. വലിയ പറമ്പ് പഞ്ചായത്ത് അംഗം കെ ഷീജ വിവിധ കലാകായിക മത്സര വിജയികൾക്ക് സമ്മാന വിതരണം നടത്തി. അരവിന്ദൻ കൊട്ടാരത്തിൽ, കെ ഭാസ്കരൻ, സംഘടക സമിതി കൺവീനർ M സുരേശൻ, BP രാജേഷ് എന്നിവർ പ്രസംഗിച്ചു. വേലുമരക്കാർ അനുസ്മരണ സമ്മേളനത്തിൽ KP രാമകൃഷ്ണൻ പ്രഭാഷണം നടത്തി. ഗ്രന്ഥാലയം പ്രവർത്തകരുടെ കുടുംബ സംഗമം ലൈബ്രറി കൗൺസിൽ ഹോസ്ദുർഗ് താലൂക്ക് സെക്രട്ടറി P വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണത്തിൽ ലൈബ്രറി കൗൺസിൽ താലൂക്ക് ജോയിന്റ് സെക്രട്ടറി PV ദിനേശൻ ഉപഹാര സമർപ്പണം നടത്തി. പതിറ്റാണ്ടുകളായി ഗ്രന്ഥശാലയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു വരുന്ന മുതിർന്ന അംഗങ്ങളെ TV ബാലകൃഷ്ണൻ ആദരിച്ചു. ചടങ്ങിൽ അഡ്വക്കേറ്റ് KV രാമചന്ദ്രൻ, PV നന്ദനൻ എന്നിവർ പ്രസംഗിച്ചു. രാത്രി നൃത്തസന്ധ്യയും കോഴിക്കോട് രംഗഭാഷയുടെ മിഠായി തെരുവ് നാടകവും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പുതിയ K-സ്മാർട്ട് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ജില്ലയിലെ ആദ്യ ബജറ്റ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ അവതരിപ്പിച്ചു. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M രജീഷ് ബാബുവാണ് ബജറ്റ് അവതരിപ്പിച്ചത്. കാർഷിക ശുചിത്വ മേഖലകൾക്ക് മുൻതൂക്കം നൽകി 37,74,48,638 രൂപ വരവും 30,70,50,63,676 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന മിച്ച ബജറ്റ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗീകരിച്ചു. K-സ്മാർട്ട് വഴി കാസർഗോഡ് ജില്ലയിൽ ബജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ ഗ്രാമപഞ്ചായത്തായി ഇതോടെ തൃക്കരിപ്പൂർ മാറി. പഞ്ചായത്തിലെ 45,000-ലധികം വരുന്ന ജനങ്ങളുടെ ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിഷരഹിത നെല്ലും പച്ചക്കറികളും പരിപോഷിപ്പിക്കുന്നതിന് ബജറ്റ് പദ്ധതികൾ തുണയാകും. ഉൽപാദന മേഖലയിൽ 1,56,70,850 രൂപ നീക്കിവെച്ചിട്ടുണ്ട്. ജലസംരക്ഷണ മേഖലയിൽ 70 ലക്ഷം രൂപയുടെ VCB നിർമ്മാണവും പദ്ധതിയിലുണ്ട്. 47 ലക്ഷം രൂപ പഞ്ചായത്ത് വീതവും 23 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് വീതവുമാണ്. ശുചിത്വ മേഖലയിൽ ടൗൺ സൗന്ദര്യവൽക്കരണം, ശുചിത്വ ബോധവൽക്കരണ ക്ലാസ്, MCF നിർമ്മാണം, CCTV സ്ഥാപിക്കൽ, വ്യാപാരി വ്യവസായികളുടെ സഹകരണത്തോടെ ക്ലീൻ തൃക്കരിപ്പൂർ, വേസ്റ്റ് ബിൻ തുടങ്ങിയ നൂതന പദ്ധതികൾക്കു വേണ്ടിയും തുക നീക്കിവെച്ചിട്ടുണ്ട്. സേവന മേഖലയിൽ ഭവന നിർമ്മാണം, കുടുംബശ്രീ അപ്പാരൽ പാർക്ക്, ഹരിതകർമ്മസേനയ്ക്ക് കാറ്ററിംഗ് യൂണിറ്റ്, വിദ്യാഭ്യാസ മേഖലയിൽ LSS USS പരീക്ഷാ പരിശീലനം, സ്മാർട്ട് അംഗനവാടി, മുഴുവൻ അംഗനവാടികളിലും വൈഫൈ തുടങ്ങിയവയ്ക്ക് 6,31,69,200 രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്.
പശ്ചാത്തല മേഖലയിൽ 4,77,60,000 രൂപയും നീക്കിവെച്ചു. ഇതുൾപ്പെടെയാണ് 2026-27 വർഷത്തെ മിച്ച ബജറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം രജീഷ് ബാബു അവതരിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ TS നജീബ്, ഫാത്തിമത്ത് അഷ്റീഫ, MK പ്രസന്ന, പഞ്ചായത്ത് സെക്രട്ടറി C പ്രമീള ബേബി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. മാടായി ശ്രീ തിരുവർക്കാട്ടുകാവ് വാതിൽമാടം ബലിക്കൽപുര സമർപ്പണം നടന്നു. ബ്രഹ്മശ്രീ കാട്ടുമാടം ഇളയിടത്ത് ഈശാനൻ നമ്പൂതിരിപ്പാട് വാതിൽമാടം ബലിക്കൽപുര സമർപ്പണം നിർവഹിച്ചു. MP രാജ്മോഹൻ ഉണ്ണിത്താൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് 5 കോടിയോളം രൂപ ചെലവഴിച്ച് വാതിൽമാടം ബലിക്കൽപുര നിർമ്മാണം പൂർത്തിയാക്കിയത്. ശില്പചാതുരിയും മനോഹരമായ പ്രകൃതി ഛായങ്ങളുമാണ് ഉപയോഗിച്ചത്. മലബാർ ദേവസ്വം ബോർഡിന്റെയും ക്ഷേത്ര നവീകരണ സമിതിയുടെയും നേതൃത്വത്തിലാണ് വാതിൽമാടവും ബലിക്കൽപുരയും പുനർനിർമ്മാണം പൂർത്തിയാക്കിയത്. ബ്രഹ്മശ്രീ കാട്ടുമാടം ഇളയടത്ത് ഈശാനൻ നമ്പൂതിരിപ്പാട് മുഖ്യശില്പി ശങ്കരനാചാര്യയിൽ നിന്നും ഏറ്റുവാങ്ങി ചിറക്കൽ കോവിലകം വലിയ രാജ രാമവർമ്മരാജയെ ഏൽപ്പിക്കുന്ന ഭക്തിനിർഭരമായ ചടങ്ങ് ദർശിക്കാൻ നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലെത്തിയത്. തുടർന്ന് നടന്ന കാര്യപരിപാടി രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യം മൊത്തം തന്റെ കാൽ കീഴിലാണെന്ന് സങ്കല്പിക്കുന്ന മനുഷ്യന്മാരോട് പൂന്താനം പറയുന്നു, ചത്തുപോകുന്നേരം വസ്ത്രം അതുപോലും ഒത്തിടാ കൊണ്ടുപോകാൻ എടുത്തത്. രാജ്മോഹൻ ഉണ്ണിത്താൻ നാളെ മരിക്കുമ്പോൾ എന്റെ കയ്യിൽ ഒരു മോതിരമുണ്ട്, അറുത്തെടുത്തിട്ട് എന്നെ തീ കൊണ്ടുവയ്ക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കെ, ഈ പരിസരത്തെ ഏതെങ്കിലും കോടീശ്വരന്മാർ ബെൻസ്, ഓഡി, BMW ഈ കാറുകളുള്ളവർ, പണ്ടങ്ങൾ വാരിക്കൂട്ടിയവർ, സ്വത്തുക്കൾക്ക് അധിപന്മാർ, ഇവരാരെങ്കിലും മരിക്കുമ്പോൾ ഇവർ സമ്പാദിച്ച എന്തെങ്കിലും കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ടോ? ഒരു കാറിൽ തീയിട്ട് കത്തിക്കുന്നത്, അല്ലെങ്കിൽ കല്ലറയിലിട്ട് മൂടുന്നത്, അല്ലെങ്കിൽ കുഴിമാടത്തിൽ കുഴിച്ചിടുന്നത്. നമ്മൾ എങ്ങനെയാണോ ഭൂമിയിലേക്ക് ജനിച്ചു വീണത് അങ്ങനെ തന്നെയാണ് നമ്മൾ ഈ ലോകത്തോട് യാത്ര പറയുന്നത്. അതുകൊണ്ട് ചത്തുപോകും നേരം വസ്ത്രം അതുപോലെ ഒത്തിടാ കൊണ്ടുപോകാൻ എടുത്തു. M വിജിൻ MLA അധ്യക്ഷത വഹിച്ചു. ക്ഷേത്ര നവീകരണ സമിതി സെക്രട്ടറി ബൈജു റിപ്പോർട്ട് അവതരിപ്പിച്ചു. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസു, TC ബിജു, R ബബിതകുമാരി, സത്യഭാമ PK, മധുസൂദനൻ M, K ബൈജു, K വേണു, മണി പവിത്രൻ, ഷൈനി MP, MP ഉണ്ണികൃഷ്ണൻ, AV സനിൽ, അഭിലാഷ് P, രാജേഷ് N, നാരായണ പിടാരർ, T ഉണ്ണികൃഷ്ണൻ, TV ഹരീന്ദ്രൻ, N ഉണ്ണികൃഷ്ണൻ, MK ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. 5ാമതും കള്ളൻ കയറിയതോടെ ഇനി വീട് പൂട്ടുന്നില്ലെന്ന് തീരുമാനമെടുത്ത് ഉടമസ്ഥൻ. പയ്യന്നൂർ വെള്ളൂരിലാണ് സംഭവം. വെള്ളൂർ സ്കൂൾ സ്റ്റോപ്പിന് സമീപത്തെ റിട്ടയർഡ് പ്രൊഫസർ R സത്യനാഥന്റെ വീട്ടിലാണ് 5ാം തവണയും കള്ളൻ കയറിയത്. മടുത്തു, ഇനി വാതിൽ പൂട്ടുന്നില്ല, കള്ളന് സ്വാഗതം. 5ാം തവണയും മോഷണം നടന്നപ്പോൾ പയ്യന്നൂരിലെ വീട്ടുടമയുടെ മാസ് തീരുമാനം. പൂട്ടിയ വാതിൽ കുത്തി തുറന്നു മടുത്തപ്പോൾ പയ്യന്നൂരിലെ ഒരു റിട്ടയർഡ് പ്രൊഫസർ എടുത്ത തീരുമാനം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഇനി ഈ വീട് പൂട്ടുന്നില്ല. അതെ, കള്ളന് സുഖമായി അകത്ത് കടക്കാം. കാരണം വാതിൽ തുറന്നു തന്നെ കിടക്കും. പയ്യന്നൂർ വെള്ളൂർ സ്കൂൾ സ്റ്റോപ്പിന് സമീപം ദേശീയപാതയോരത്തുള്ള റിട്ടയർഡ് പ്രൊഫസർ R സത്യനാഥൻ്റെ വീട്ടിലാണ് സംഭവം. ഇത് ആദ്യ തവണയല്ല, 2002 തുടങ്ങിയതാണ് ഈ കള്ളൻ കളി. ആദ്യ തവണ സ്വർണവും പണവും പോയി. പിന്നീട് പലതവണയായി വാതിൽ തകർത്ത് കള്ളൻ കയറിക്കൊണ്ടേയിരുന്നു. കുടുംബം പിലാത്തറയിലേക്ക് താമസം മാറ്റിയിട്ടും കള്ളൻ വെറുതെ വിട്ടില്ല. CCTV വെച്ചു, പോലീസിൽ പരാതി നൽകി. പക്ഷേ ഫലം വട്ടപൂജ്യം. പോലീസിന് ഇതുവരെ കള്ളനെ കണ്ടെത്താനായിട്ടില്ല. ഓരോ തവണ കള്ളൻ കയറുമ്പോഴും അകത്തുള്ള സാധനങ്ങളെക്കാൾ വലിയ തുകയാണ് കള്ളൻ തകർത്ത വാതിൽ നന്നാക്കാൻ സത്യനാഥൻ മാഷിന് ചെലവാകുന്നത്. കഴിഞ്ഞ ദിവസവും വാതിൽ കുത്തിപ്പൊളിച്ച് കള്ളൻ അകത്ത് കയറി. ഇതോടെ മാഷിൻ്റെ ക്ഷമ നശിച്ചു. വാതിൽ പൂട്ടിയാൽ കള്ളൻ അത് തകർക്കും. പിന്നെ അത് നന്നാക്കാൻ വലിയ തുക വേണം. അതുകൊണ്ട് ഇനി മുതൽ വീട് പൂട്ടേണ്ടതില്ലെന്ന് അദ്ദേഹം തീരുമാനിച്ചു. പറമ്പ് നോക്കുന്ന ആൾക്ക് മാഷ് നൽകിയ നിർദ്ദേശം ഇതാണ്: ഇനി വാതിൽ പൂട്ടേണ്ട, കള്ളൻ വന്നാൽ കുത്തിപ്പൊളിക്കാതെ കയറിപ്പോയിക്കോട്ടെ. പോലീസിനെ വിശ്വസിച്ച് മടുത്ത ഒരു സാധാരണക്കാരൻ്റെ വേറിട്ട പ്രതിഷേധം കൂടിയാണിത്. കുത്തിത്തുറക്കാൻ വാതിലില്ലാത്ത വീട്ടിൽ ഇനി കള്ളൻ എന്തു ചെയ്യുമെന്ന് കണ്ടറിയണം. 5 തവണയൊക്കെ ഒരു വീട്ടിൽ കള്ളൻ കയറുന്നത് ചിരിക്കാൻ തോന്നുമെങ്കിലും ഗൗരവമുള്ള കാര്യമാണെന്ന് അയൽവാസിയും വ്യാപാരിയുമായ സുകുമാരനും പറയുന്നു. എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള, എൻ്റെ ഷോപ്പും കൂടിയായ വീട്ടിൻ്റെ അടുത്തുള്ള നമ്മുടെ പരിചയക്കാരനും നമ്മുടെ അടുത്ത ഒരു ഡോക്ടറുടെ ഭർത്താവുമായ സത്യൻ മാഷിൻ്റെ വീട്ടിൽ 5 തവണയായി കള്ളൻ കയറുന്നു. അവിടെയാണെങ്കിൽ അയാൾ താമസവും ഇല്ലാത്തത് കുറേ കാലമായി. എങ്കിലും
കള്ളൻ നിരന്തരമായി അവിടെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ തവണയൊക്കെയും സ്റ്റേഷനുമായി ബന്ധപ്പെട്ടൊരു കേസ് കൊടുക്കുകയും അതിന് നടപടിക്രമങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും ഈ പ്രശ്നത്തിലൊരു പരിഹാരം കാണാൻ സാധിക്കുന്നില്ല. പരിസരവാസികൾക്കെല്ലാം ഇതിൻ്റെ പേരിൽ വലിയ ഭയപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. എന്തെങ്കിലും ഒരു നടപടി ഇതിൻ്റെ പേരിൽ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കൃഷ്ണൻ നടുവലത്തിന്റെ 2 പുസ്തകങ്ങളുടെ പ്രകാശനം ചുമടുതാങ്ങി കുന്നുംബ്രം ദേശീയ കലാസമിതിയിൽ നടന്നു. എം വിജിൻ MLA, TV രാജേഷ് എന്നിവർ ഡോക്ടർ KH സുബ്രഹ്മണ്യൻ, സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ എന്നിവർക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം മാടായി മേഖലാ കമ്മിറ്റി, കുന്നുംബ്രം ദേശീയ കലാസമിതി ചുമടുതാങ്ങി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ എഴുത്തുജീവിതത്തിന്റെ 4.5 പതിറ്റാണ്ടുകൾ, ക്ഷേത്രകലാ അക്കാദമി സെക്രട്ടറി കൃഷ്ണൻ നടുവലത്തിന്റെ തീയായും ജലമായും എന്ന ലേഖന സമാഹാരത്തിന്റെയും ചില നേരങ്ങളിൽ എന്ന കവിതാ സമാഹാരത്തിന്റെയും പ്രകാശന ചടങ്ങ് ചുമടുതാങ്ങി കുന്നുംബ്രം ദേശീയ കലാസമിതി അങ്കണത്തിൽ നടന്നു. എം വിജിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നവോത്ഥാന കാലഘട്ടങ്ങളിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഏറ്റവും മനോഹരമായി ജാതിജന്മി വ്യവസ്ഥയെ അടയാളപ്പെടുത്തിയ ഏറ്റവും ലളിതമായ കവിതകളിൽ ഒന്നായി എനിക്കിപ്പോൾ തോന്നുന്നത് ചങ്ങമ്പുഴയുടെ വാഴക്കുല തന്നെയാണ്. അല്ലെ പുലിയന മാടത്തിന് മുറ്റത്ത് മഴ വന്ന നാളൊരു വാഴ നട്ടുവെന്ന് തുടങ്ങി ഏറ്റവും അവസാനം തൻ്റെ പ്രതിഷേധം കരുത്താറ്റ ഭാഷയിൽ ചങ്ങമ്പുഴ ഇതിനെല്ലാം പ്രതികാരം ചെയ്യാൻ തുടങ്ങുമ്പോൾ പതിതരെ പിൻതലമുറക്കാർ എന്ന് കരുത്തുറ്റ തൻ്റെ ഭാഷയിലൂടെ അവതരിപ്പിച്ച കവിതകൾ. പുസ്തകങ്ങളുടെ പ്രകാശനം എം വിജിൻ MLA, TV രാജേഷ് എന്നിവർ ഡോക്ടർ KH സുബ്രഹ്മണ്യൻ, സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ എന്നിവർക്ക് നൽകി നിർവഹിച്ചു. MV ചന്ദ്രൻ അധ്യക്ഷനായി. സുരേഷ് എതിർദിശ, നാരായണൻ കാവുമ്പായി എന്നിവർ പുസ്തകം പരിചയപ്പെടുത്തി. ഡോക്ടർ ശ്രീധരൻ അഞ്ചുമൂർത്തി, ഡോക്ടർ PK ദീപക്, CV സുരേഷ് ബാബു എന്നിവർ നിരൂപണ പ്രഭാഷണം നടത്തി. ഡോക്ടർ AS പ്രശാന്ത് കൃഷ്ണൻ, ഡോക്ടർ PM മധു, ശ്രുതി സുരേഷ്, ബാബു മണ്ടൂർ എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു. നോവലിസ്റ്റ് R ഉണ്ണിമാധവൻ, ഡോക്ടർ YV കണ്ണൻ, MV രവി, MV ഷാജി എന്നിവർ സംസാരിച്ചു. ഡോക്ടർ രാജേഷ് കടന്നപ്പള്ളി സ്വാഗതവും N നാരായണൻ നന്ദിയും പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. സുരക്ഷാ മുൻഗണന. സൈക്കിൾ യാത്രക്കിടയിലും ഹെൽമെറ്റ് ധരിച്ച് മാതൃകയാവുകയാണ് അന്നൂരിലെ ധ്യാൻ പ്രിയേഷ്. അന്നൂർ കിഴക്കേ കൊവ്വലിലെ പ്രിയേഷിന്റെയും വീണയുടെയും മകനാണ് 4ാം ക്ലാസ്സുകാരനായ ധ്യാൻ. സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകി മാതൃകയാവുകയാണ് അന്നൂരിലെ ധ്യാൻ പ്രിയേഷ്. സൈക്കിൾ ഓടിക്കുമ്പോഴും ഹെൽമറ്റ് ധരിക്കേണ്ടതിന്റെ ആവശ്യകത വലിയവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഈ കൊച്ചുമിടുക്കൻ. സുരക്ഷയെ മുൻനിർത്തി സൈക്കിൾ ഓടിക്കുമ്പോൾ ഹെൽമറ്റ് ധരിക്കുന്ന കുട്ടി സമൂഹത്തിന് മാതൃകയാകുന്നു. അന്നൂർ കിഴക്കേക്കോവൽ സ്വദേശികളായ പ്രിയേഷിന്റെയും വീണയുടെയും മകനാണ് 4ാം തരത്തിൽ പഠിക്കുന്ന ധ്യാൻ പ്രിയേഷ്. ചെറിയ പ്രായത്തിൽ തന്നെ സുരക്ഷയുടെ പ്രാധാന്യം മനസ്സിലാക്കി ഹെൽമറ്റ് ധരിക്കുന്നത് വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുന്നുവെന്ന് ധ്യാൻ അഭിപ്രായപ്പെടുന്നു. അപ്പൊ ധ്യാൻ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ ആർഷ വിദ്യാലയത്തിലാണ് പഠിക്കുന്നത്. എത്രാം ക്ലാസ്സിലാ? 4th സ്റ്റാൻഡേർഡിൽ. അപ്പോൾ ധ്യാൻ മറ്റു കുട്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു വ്യത്യാസം നമ്മൾ കാണുന്നത് ഹെൽമെറ്റ് ഇട്ട് യാത്ര ചെയ്യുക, അതും സൈക്കിളിൽ. അപ്പോൾ എന്തുകൊണ്ടാണ് സൈക്കിളിൽ പോകുമ്പോൾ ഹെൽമെറ്റ് ധരിക്കണം എന്ന് മോന് തോന്നിയത്? എനിക്ക് എൻ്റെ സൈക്കിളിൻ്റെ അടുത്തേക്കൂടെ വണ്ടികൾ പോകുമ്പം ഭയങ്കര ഒരു പേടി ഞാൻ അനുഭവപ്പെടുന്നു. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഹെൽമെറ്റ് ധരിക്കുന്നു. ആദ്യം നമുക്ക് എപ്പോഴും പറ്റുന്നത് തലക്കായിരിക്കും. അപ്പം തലക്ക് ഒരു പ്രൊട്ടക്ഷന് ഞാൻ ഹെൽമെറ്റ് ധരിക്കും. അപ്പോൾ മോന് വലിയവർക്ക് എന്തെങ്കിലും ഒരു സന്ദേശം കൊടുക്കാനുണ്ടോ? ഈ ചില ചേട്ടന്മാരൊക്കെ ബൈക്കിലും സ്കൂട്ടറിലൊക്കെ പോകുമ്പോൾ ഹെൽമെറ്റ് ധരിക്കാണ്ട് പോകുന്നുണ്ട്. റോഡിലേക്കൂടെ പോകുമ്പോൾ ഹെൽമെറ്റ് ധരിച്ച് തന്നെ പോകണം.
മുതൽ തന്നെ സുരക്ഷയുടെ ശീലം മനസ്സിലാക്കി തരികയാണ് ഈ കുട്ടി. ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് വികസന സെമിനാർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. മുൻ MLA TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കല്യാശ്ശേരി ബ്ലോക്ക് മാതൃകാപരമായ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ഇതുവരെ നടപ്പിലാക്കിയിട്ടുള്ളത്. ഇനിയും കൂടുതൽ പദ്ധതികൾ കൊണ്ടുവരാൻ സാധിക്കണം. സംരംഭകർക്ക് കൂടുതൽ താങ്ങാവുന്ന പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നും TV രാജേഷ് പറഞ്ഞു. ഈ ജലാശയത്തെ അടിസ്ഥാനപ്പെടുത്തിയ ടൂറിസം ഡെവലപ്പ് ചെയ്തു. അപ്പോൾ നമ്മുടെ നാട്ടിലും നമ്മൾ അതിനേക്കാൾ മനോഹരമാണ്. ആലപ്പുഴയിൽ പോയി കഴിഞ്ഞാൽ അതുപോലെ തന്നെയാണ്. കാരണം നമ്മൾ കുറച്ച് ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും കാണില്ല. കാരണം കണ്ടെത്താ ദൂരത്തെ കരം. നമ്മളിവിടുത്തെ പ്രത്യേകത എന്താണ്? ചുറ്റും നല്ല തിങ്ങി നിറഞ്ഞ തെങ്ങിന്തോപ്പുകൾ, കുന്നുകൾ, മനോഹരമാണ്. പക്ഷേ നമ്മൾ ഈ ഇവിടെ അന്ന് മലപ്പുറ മുൻപൂരെ സഞ്ചരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുപ്പത്തുനിന്ന് നമ്മൾ തൈക്കുളപ്പം വരെ വോട്ടിട്ട് ജനാർദ്ദനം വേണ്ടിയിരിക്കുന്നു. ഈ ജനാർദ്ദനം പഴയ പഞ്ചായത്ത് ജയിൽസാണ് നമ്മൾ സഞ്ചരിച്ചത്. അത് സഞ്ചരിച്ച് 2014 സഞ്ചരിച്ചു. അങ്ങനെയാണ് നമ്മൾ പ്രോജക്റ്റ് ഉണ്ടായത്. മലബാർ ടൂറിസ്റ്റ് ടൂറിസം. അതിന്റെ ആദ്യത്തെ മോഡൽ എന്ന നിലയിൽ നമ്മൾ എന്ത് ചെയ്തു? പഴയനാട് കുപ്പം മുതൽ വലവട്ടണം മുനമ്പ് വരെ കല്യാശ്ശേരി അതുപോലെ തളിപ്പുറം മണ്ഡലങ്ങൾ ക്ലബ് ചെയ്തു. അതിനകത്ത് എന്തായാലും ഒഴിച്ചുകൂടാനാകുന്ന ഒരു മണ്ഡലമാണ് അഴീക്കോട്. പക്ഷെ അഴീക്കോട് അന്നത്തെ പിന്തുണ നമുക്ക് കിട്ടിയില്ല. പക്ഷെ അതിനെ പോകുമ്പോൾ അങ്ങനെ ഒരു പ്രൊജക്ട് ഉണ്ടാക്കി കേന്ദ്ര ഗവൺമെന്റ് സമർപ്പിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2026-27 വാർഷിക പദ്ധതിയുടെ വികസന സെമിനാറാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നത്. പ്രസിഡന്റ് R. ബബിതകുമാരി അധ്യക്ഷത വഹിച്ചു. KV ശ്രീധരൻ, K. മോഹനൻ, TK ദിവാകരൻ, ഓമന പങ്കൻ, K. ഭാനുമതി, K. പ്രീത, VS ആശിഷ് തുടങ്ങിയവർ സംസാരിച്ചു. വനിതാ കമ്മീഷൻ പുരസ്കാരം നേടിയ സ്വാലിഹ, ഏഷ്യ പസഫിക് ഡൗൺ സിൻഡ്രോം ഫെഡറേഷൻ ഗെയിംസിൽ സ്വർണം വെള്ളി മെഡലുകൾ നേടിയ PT ശബരിനാഥ്, അനിക പ്രകാശ് എന്നീ കുട്ടികളെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ വായനാ മത്സരവും അനുമോദന സദസ്സും താലൂക്ക് തല റിപ്പബ്ലിക് സദസ്സും പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ വെച്ച് നടന്നു. TI മധുസൂദൻ MLA ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ വായനാ മത്സരവും അനുമോദന സദസ്സും താലൂക്ക് തല റിപ്പബ്ലിക് സദസ്സും പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ വെച്ച് നടന്നു. TI മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. K. ദാമോദരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി VK മധു മുഖ്യപ്രഭാഷണം നടത്തി. ഓടക്കുഴൽ അവാർഡ് ജേതാവ് EP രാജഗോപാലൻ മാസ്റ്റർ, സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് KC കൃഷ്ണൻ എന്നിവർക്ക് അനുമോദനം നൽകി. EP രാജഗോപാലൻ, ബബിതകുമാരി, MK രമേഷ് കുമാർ, KC കൃഷ്ണൻ, K. ശിവകുമാർ, VP സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. വായനാ മത്സരത്തിനോടനുബന്ധിച്ച് നടന്ന ക്വിസ് മത്സരം വിനോദ് മാസ്റ്റർ നിയന്ത്രിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രാവശ്ശല്യത്താൽ ദുരിതത്തിലായി നെൽ കർഷകർ. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ അറത്തിൽ വയൽ പാടശേഖരത്തിലെ നെൽ കർഷകരാണ് പ്രാവശ്ശല്യത്താൽ ദുരിതത്തിലായിരിക്കുന്നത്. ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ പ്രധാന പാടശേഖരങ്ങളിലൊന്നായ അറത്തിൽ വയൽ പാടശേഖരത്തിലെ നെൽകർഷകരാണ് പ്രാവശ്ശല്യത്താൽ ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. ഏക്കർ കണക്കിന് സ്ഥലത്തെ നെൽകൃഷി കൊയ്യാൻ പാകത്തിൽ വിളഞ്ഞിരിക്കുകയാണ്. അതിൽ ഭൂരിഭാഗം നെൽമണികളും പ്രാവുകൾ കൊത്തിക്കൊണ്ടു പോവുകയാണ്. ഇതുമൂലം നെൽകൃഷി വിളവിനെ കാര്യമായി ബാധിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് രാവിലെയും വൈകുന്നേരവും പ്രാവുകൾ കൂട്ടമായി എത്തി വിളവ് നശിപ്പിക്കുകയാണ്. കർഷകർ ദൈനംദിനം ഇവിടെ എത്തി പ്രാവിനെ ഓടിക്കേണ്ട അവസ്ഥയാണ്. ഇത് അറത്തിൽ വയലാണ്. നെല്ല് മൂരാനായി പ്രാവിനെ കൊണ്ട് ഭയങ്കര ശല്യം. ഒരുപാട് പ്രാവുണ്ട്. പിന്നെ എന്താ പറയുക, ഭയങ്കര ശല്യമാണ് പ്രാവിനെ കൊണ്ട്. പന്നി ഉണ്ടാവുന്നുണ്ട്. ഇപ്രാവശ്യം പന്നി അങ്ങനെ വന്നിട്ടില്ല. മറ്റ് ഭയങ്കര ശല്യമാണ് പന്നിയുടേതും. പ്രാവിനെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. 2000 പ്രാവുകളും ഉണ്ടാവും ഒരു കൂട്ടത്തിൽ. അങ്ങനെ തന്നെ വന്നുള്ളൂ. കൂടാതെ പന്നി ശല്യവും ഈ ഭാഗത്ത് കൂടുതലായി ഉണ്ടെന്ന് കർഷകർ പറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ ലസാറോ അക്കാദമിയിൽ നിയമസഭാ പൊതുതെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ പ്രായോഗിക പരിശീലനവും വിശദീകരണവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് സ്വീപ് വോട്ടർ അവബോധ പരിപാടി സംഘടിപ്പിച്ചു. പയ്യന്നൂർ തഹസിൽദാർ മുഖ്യാതിഥിയായി.
പയ്യന്നൂർ ലസാറോ അക്കാദമിയിൽ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ പ്രായോഗിക പരിശീലനവും വിശദീകരണവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് സ്വീപ്പ് വോട്ടർ അവബോധന പരിപാടി സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളിൽ വോട്ടിംഗ് പ്രക്രിയയെയും ജനാധിപത്യത്തെയും കുറിച്ച് വ്യക്തമായ ധാരണ സൃഷ്ടിക്കുവാൻ സാധിച്ച പരിപാടിയിൽ മുഖ്യാതിഥിയായി പയ്യന്നൂർ തഹസിൽദാറും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമായ മനോഹരൻ ടി സംസാരിച്ചു. ഇതുപോലെ യങ്ങറായിട്ടുള്ള വളരെ ആദ്യമായിട്ട് വോട്ട് രേഖപ്പെടുത്തുന്ന ഒരുപക്ഷെ കുറച്ച് പേരെങ്കിലും ഇതിനു മുമ്പ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. എങ്കിലും ഇങ്ങനെ വോട്ട് മെഷീനെ കുറിച്ച് പരിചയപ്പെടുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെയൊരു കമ്മീഷൻ ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ച് ചെയ്തു വരുന്നത്. ഇലക്ഷന് മുന്നോടിയായിട്ട് പ്രധാനം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിയമസഭാ ഇലക്ഷനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. അതിൻ്റെ പ്രാരംഭ നടപടികളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇലക്ഷൻ വോട്ടിംഗ് മെഷീൻ വോട്ട് രേഖപ്പെടുത്തുക എങ്ങനെ എന്നുള്ളത് പരിചയപ്പെടുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ലസാറോ അക്കാദമി മാനേജിംഗ് ഡയറക്ടർ ജോബി KP അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ രവിചന്ദ്രൻ, ഡെപ്യൂട്ടി തഹസിൽദാർ രമേശൻ TP, വൈസ് പ്രിൻസിപ്പൽ നയന P, പയ്യന്നൂർ സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സുരേഷ് കുമാർ PV, രഞ്ജിത്ത് PV, വിഷ്ണു M തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പയ്യന്നൂർ സിസ്റ്റമാറ്റിക് മോട്ടോഴ്സ് ഓഫീസർ വൈക്കത്ത് രാജേഷ് നമ്മുടെ വോട്ടിന്റെ ശക്തി മനസ്സിലാക്കാമെന്ന സന്ദേശം മുൻനിർത്തി വിദ്യാർത്ഥികളുമായി ക്ലാസുകളും സംവാദങ്ങളും നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചൂരൽ ഖാദി ഗ്രാമോദ്योग ഭവന്റെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P അനസൂയ നിർവഹിച്ചു. പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘത്തിന്റെ അനുബന്ധ സ്ഥാപനമാണിത്. ചൂരൽ ഖാദി ഗ്രാമോദ്योग ഭവന്റെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P അനസൂയ നിർവഹിച്ചു. അത്തരത്തിൽ ഖാദി വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. എന്നാലും പരമാവധി ഞാൻ അങ്ങനെ ഒരു ഇതിന് മുതിരാറുണ്ട്. സാധാരണ ഖാദി വസ്ത്രം ധരിക്കുക പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ്. ചൂട് കാലാവസ്ഥയിൽ ഖാദി വസ്ത്രം ധരിക്കുക പറഞ്ഞാൽ വളരെ ഗുണമുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തന്നെ നമുക്കറിയാം ഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി എല്ലാം അന്ന് വിദേശ വസ്ത്രം ഉപേക്ഷിച്ച് നമ്മുടെ ഖാദി വസ്ത്രത്തെ പ്രോത്സാഹിപ്പിക്കുന്നതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ച കാര്യമാണ്. അഖിലേന്ത്യാ ഖാദി ഗ്രാമോദ്योग ഭവന്റെ ധനസഹായത്തോടെയാണ് നവീകരണം നടത്തിയത്. പയ്യന്നൂർ ഫർക്ക ഗ്രാമോദയ ഖാദി സംഘത്തിന്റെ അനുബന്ധ സ്ഥാപനമാണിത്. ചടങ്ങിൽ EA ബാലൻ അധ്യക്ഷനായി. ലിൻസി ജോസഫ്, വിനയ VK ഹരിദാസൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. KPCCയുടെ നിർദ്ദേശപ്രകാരമുള്ള കുഞ്ഞിമംഗലം മണ്ഡലതല ലഘുലേഖ വിതരണം നടന്നു. കുഞ്ഞിമംഗലം മണ്ഡലം പ്രസിഡന്റ് VV പ്രകാശൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. KPCCയുടെ നിർദ്ദേശപ്രകാരം ലഘുലേഖ വിതരണത്തിന്റെ കുഞ്ഞിമംഗലം മണ്ഡലതല ഉദ്ഘാടനം കുഞ്ഞിമംഗലം പഞ്ചായത്ത് 12ാം വാർഡ് മെമ്പർ സുജിത സതീഷ് കുമാറിന് നൽകിക്കൊണ്ട് കുഞ്ഞിമംഗലം മണ്ഡലം പ്രസിഡന്റ് VV പ്രകാശൻ മാസ്റ്റർ നിർവഹിച്ചു. KV സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ 7ാം വാർഡ് മെമ്പർ വിജയൻ ഇടമന, KP ശശി, AV തമ്പാൻ, P വിനോദ്, VV സുരേഷൻ, നിതീഷ് TV, VV ബിജു, P അഭിലാഷ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ത്. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ബ്ലോക്ക് തല മാസ്റ്റർ കർഷകർക്കുള്ള ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് P അനസൂയ ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ബ്ലോക്ക് തല മാസ്റ്റർ കർഷകർക്കുള്ള ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് P അനസൂയ ഉദ്ഘാടനം ചെയ്തു. സ്വന്തമായി ഉണ്ടാക്കാനും അതുപോലെ തന്നെ വരുമാന മേഖലയിലും മറ്റുമെല്ലാം നല്ല നിലയിലുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുടുംബശ്രീ ആരംഭിച്ച് 2009 ഏകദേശം സീരിയസ് ഓരോ പഞ്ചായത്തിനകത്ത് നടന്നിട്ടുള്ളത് രൂപീകരിച്ചു വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ നിരവധി പ്രവർത്തനങ്ങൾ ഓരോ മേഖലകൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുമായി ഉപജീവന മേഖലയുടെ ഭാഗമായിട്ടാണ് കാർഷിക ഉപജീവന മേഖല മാസ്റ്റർ ഫാമേഴ്സ് കർഷകർക്കുള്ള ക്ലാസ്സാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ ക്ലാസിൻ്റെ മൂല്യം അതേപടി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിനകത്തും കാമ്പുരാലപ്പടമ്പ് പഞ്ചായത്ത് അടക്കമുള്ള പയ്യന്നൂർ ബ്ലോക്കിലെ 7 പഞ്ചായത്തുകളെ കേന്ദ്രീകരിച്ചാണ് ഇങ്ങനെ ഒരു ശില്പശാല സംഘടിപ്പിച്ചിട്ടുള്ളത്. ചടങ്ങിൽ ഡസ്നിയ ബാബു അധ്യക്ഷയായി. പച്ചക്കറി വിത്തുകളുടെ വിതരണോദ്ഘാടനം വാർഡ് മെമ്പർ P ധനഞ്ജയൻ എരമംകുറ്റൂർ പഞ്ചായത്തിലെ മാസ്റ്റർ കർഷകയായ സരോജിനിക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു. പ്രൊഫസർ ഗ്രീന PG ആധുനിക കൃഷിരീതി എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. ശ്രീലത P, ശ്രീനാഥ്, ലിജിന NV, മിനി, മീര തോമസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ.
വെള്ളൂർ പുതിയ തെരു ശ്രീ ചാമുണ്ടേശ്വരി ക്ഷേത്രം നിർമ്മാണം പൂർത്തിയാക്കിയ ഇരുനില പന്തലിന്റെയും ഓഫീസിന്റെയും സമർപ്പണം നടന്നു. കേരള ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. വെള്ളൂർ പുതിയ തെരു ശ്രീ ചാമുണ്ടേശ്വരി ക്ഷേത്രം നിർമ്മാണം പൂർത്തിയാക്കിയ ഇരുനില പന്തലിന്റെയും ഓഫീസിന്റെയും സമർപ്പണം കേരള ക്ഷേത്രകലാ അക്കാദമി ചെയർമാനും സിനിമാ പിന്നണി ഗായകനുമായ ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ നാർക്കോട്ടിക് സെൽ കണ്ണൂർ റൂറൽ ഡിവൈഎസ്പി ഉത്തംദാസ് ടി മുഖ്യാതിഥിയായി. വി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നിർമ്മാണ കമ്മിറ്റി സെക്രട്ടറി പി കെ ഭരതൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫെയിം വൈദേഹി വിനോദ്, ക്ഷേത്രസ്ഥാനികർ എന്നിവർ ചേർന്ന് ശില്പികളെ ആദരിച്ചു. ദേവസ്വം കമ്മിറ്റി സെക്രട്ടറി പി കെ ബാബു, പി കെ അച്യുതൻ നമ്പ്യാർ, എം രഘു, രാജൻ ടി, കെ വി ചന്ദ്രൻ, ശാലിനി കെ എം, എം പി കരുണാകരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് സംസ്ഥാന ജില്ലാ കലോത്സവ വിജയികളെയും പ്രശസ്ത ഗായകരെയും അണിനിരത്തി സംഗീത നൃത്ത വിരുന്നരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരളത്തിലെ വലിപ്പമേറിയ മുത്തപ്പൻ തിരുവപ്പന ശില്പമൊരുക്കി ശില്പി ഉണ്ണീക്കാനായി. മുത്തപ്പന്റെ കയ്യും പിടിച്ചു മുന്നോട്ട് നടക്കുന്ന തിരുവപ്പനയുടെ രൂപമാണ് ഉണ്ണീക്കാനായി ചുവർ ശില്പമായി രൂപകൽപ്പന ചെയ്തത്. ദക്ഷിണേന്ത്യയിലെ പ്രധാന തീർത്ഥാടന വിനോദസഞ്ചാര കേന്ദ്രമായ പറശ്ശിനിക്കടവിലെ ഒരു സ്വകാര്യ ടൂറിസ്റ്റ് ഹോമിനു വേണ്ടിയാണ് ശില്പി ഉണ്ണീക്കാനായി മുത്തപ്പൻ തിരുവപ്പന ചുവർ ശില്പമൊരുക്കിയത്. മുത്തപ്പന്റെ കൈയും പിടിച്ച് മുന്നോട്ട് നടക്കുന്ന തിരുവപ്പന്റെ രൂപമാണ് ഉണ്ണീക്കാനായി ചുവർ ശില്പമായി രൂപകൽപ്പന ചെയ്തത്. ആദ്യം കളിമണ്ണിൽ ചെയ്ത ശില്പം പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ മോൾഡ് എടുത്ത ശേഷം ഫൈബറിലേക്ക് കാസ്റ്റ് ചെയ്യുകയായിരുന്നു. 3 മാസം സമയമെടുത്ത് ചെയ്ത മുത്തപ്പൻ തിരുവപ്പന ശില്പത്തിന് അക്രിലിക് കളർ ഒറിജിനൽ തന്നെയാണ് നൽകിയത്. സഹായികളായി വിനേഷ്, സുരേഷ്, ഷൈൻജിത്ത്, ബാലൻ, അഭിജിത്ത്, അർജുൻ എന്നിവരുമുണ്ടായിരുന്നു. തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ചുവർ ശില്പം അനാച്ഛാദനം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുളപ്പുറം വായനശാല ആൻഡ് ഗ്രന്ഥാലയം 75ാം പ്ലാറ്റിനം ജൂബിലി ആഘോഷം ഏഴഴകിൽ 75 25 തുടങ്ങും. 1 വർഷം നീളുന്ന വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ആഘോഷം സംഘടിപ്പിക്കുന്നത്. കുളപ്പുറം വായനശാല ആൻഡ് ഗ്രന്ഥാലയം 75ാം പ്ലാറ്റിനം ജൂബിലി ആഘോഷമായ ഏഴഴകിൽ 75 ഫെബ്രുവരി 25 തുടങ്ങും. 1 വർഷം നീണ്ടു നിൽക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികളാണ് ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നത്. പരിപാടിയുടെ ഉദ്ഘാടനം ഫെബ്രുവരി 25 വൈകിട്ട് 6 മണിക്ക് വായനശാല ഓഡിറ്റോറിയത്തിൽ പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി നിർവഹിക്കും. കലാ സാംസ്കാരിക സാഹിത്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ സംബന്ധിക്കും. വാർഷികത്തിന്റെ ഭാഗമായി 60 വയസ്സ് കഴിഞ്ഞവരുടെ സംഗമം നിറവോടെ നാടിനൊപ്പം നടക്കും. കവിയും പ്രഭാഷകനുമായ സുഭാഷ് അറുകര മോഡറേറ്ററാകും. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ബബിതകുമാരി 75 വയസ്സ് കഴിഞ്ഞവരെ ആദരിക്കും. പത്മശ്രീ നേടിയ കൈതപ്രത്തെ മുൻ MLA TV രാജേഷ് ആദരിക്കും. സമാപനത്തിന്റെ ഭാഗമായി അംഗനവാടി കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പങ്കെടുക്കുന്ന കലാപരിപാടികൾ, രാഷ്ട്രീയ ചരിത്രപ്രധാനമായ പ്രമേയങ്ങൾ ഉൾക്കൊള്ളുന്ന നാടകങ്ങൾ, സ്പോൺസേഡ് പരിപാടികൾ എന്നിവ മെയ് 10 മുതൽ 12 വരെ തീയതികളിൽ നടക്കും. വാർത്താ സമ്മേളനത്തിൽ M ദിവാകരൻ, TV അനീഷ്, VV ചന്ദ്രശേഖരൻ, VV രതീഷ് എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാതറ. കരിവള്ളൂർ ശ്രീ അപ്യാൽ തറവാട് കളിയാട്ട മഹോത്സവം സമാപിച്ചു. സമാപന ദിവസം 5ഓളം തെയ്യക്കോലങ്ങളാണ് അരങ്ങിലെത്തിയത്. കരിവള്ളൂർ ശ്രീ അപ്യാൽ തറവാട് ദേവസ്ഥാനം കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി. 2 ദിവസങ്ങളിലായാണ് കളിയാട്ട മഹോത്സവം നടന്നത്. സമാപന ദിവസം 5ഓളം തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. രാവിലെ തൊണ്ടച്ചൻ തെയ്യത്തിന്റെ പുറപ്പാട് നടന്നു. തുടർന്ന് രക്തചാമുണ്ടി, അങ്കക്കുളങ്ങര ഭഗവതി, വിഷ്ണുമൂർത്തി എന്നീ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. ഉച്ചയോടുകൂടി പ്രധാന ആരാധനാമൂർത്തിയായ വരീക്കര ഭഗവതിയുടെ തിരുമുടി നിവർന്നു. നിരവധി ഭക്തജനങ്ങളാണ് കളിയാട്ട മഹോത്സവത്തിന് എത്തിച്ചേർന്നത്. തുടർന്ന് അന്നദാനവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഇതോടുകൂടി വാർത്തകൾ അവസാനിച്ചു. നന്ദി.